സതീശിന് മുമ്പിൽ തീർച്ചയായും നിരവധി വെല്ലുവിളികളുണ്ട്. അത് ഒന്നാമതായി അദ്ദേഹം വളരെ സ്വതന്ത്രമായി സഹജമായ രീതിയിൽ മനുഷ്യരോട് ഇടപെടുന്നു എന്നൊരു പ്രതീതി, അത് ഒരു വിശ്വാസം കേരളത്തിലെ ജനങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. സാധാരണഗതിയിൽ നമ്മൾ കാണുന്ന രാഷ്ട്രീയക്കാർ അല്ലെങ്കിൽ മന്ത്രിമാർ, മുഖ്യമന്ത്രിമാർ സംസാരിക്കുന്ന ഭാഷയിലല്ല അദ്ദേഹം സംസാരിക്കുന്നത്. അദ്ദേഹം വളരെ വ്യക്തമായി ജനങ്ങളോട് നേരിട്ട് ഇടപെടുന്ന, അല്ലെങ്കിൽ നമുക്കൊക്കെ നേരിട്ട് നമ്മളോട് മുഖാമുഖം സംസാരിക്കുന്നത് പോലെ ഉള്ളൊരു പ്രതീതി അദ്ദേഹത്തിൻ്റെ ഭാഷയിലായാലും അദ്ദേഹത്തിൻ്റെ ശരീരഭാഷയിലായാലും അദ്ദേഹത്തിൻ്റെ ശൈലിയിലായാലും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇത് സ്വാഭാവികമായി അദ്ദേഹത്തിൻ്റെ മേൽ പ്രതീക്ഷയും പിന്നെ അത് തന്നെ ഒരു ഭാരമായി വരികയും അത് വെല്ലുവിളിയായി മാറുകയും ചെയ്യും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അദ്ദേഹം ഇവിടെ ഇപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ ഒരു മുഖ്യമന്ത്രിക്ക് അഡ്രസ്സ് ചെയ്യാനുള്ളത് കേരളത്തിലെ ജനങ്ങളെ എന്ന നിലയിൽ പൊതുവായി ജനങ്ങളെ അഡ്രസ്സ് ചെയ്യേണ്ടി വരും. അതേസമയം ഇദ്ദേഹം ഒരു പല തരത്തിലുള്ള കമ്മ്യൂണിറ്റികളെ, ചെറു ഗ്രൂപ്പുകളെ ഇദ്ദേഹം നേരത്തെ ഈ തെരഞ്ഞെടുപ്പിന് ഘട്ടത്തിൽ തന്നെ അഡ്രസ്സ് ചെയ്തിട്ടുണ്ട്. അവരോടൊക്കെ അദ്ദേഹത്തിന് സംസാരിക്കേണ്ടി വരും. അതിൻ്റെ ഒരു സൂചനകൾ, അല്ലെങ്കിൽ ആ തരത്തിൽ അവരുടെയൊക്കെ ഒരു പ്രതീക്ഷകളെ സഫലീകരിക്കുന്ന രീതിയിലുള്ള ചില ഇടപെടലുകൾ അദ്ദേഹത്തിൻ്റെ തുടക്കത്തിൽ തന്നെ കാണാൻ കഴിയുന്നുണ്ട്. അത് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ മത സാമുദായിക വിഷയങ്ങളിൽ അല്ലെങ്കിൽ കാലുഷ്യം ഇല്ലാതാവണം, ഇവിടെ യാതൊരു തരത്തിലുള്ള വിദ്വേഷവും പ്രചരിപ്പിക്കാൻ പാടില്ല എന്നൊക്കെ പറയുമ്പോൾ അദ്ദേഹം ഈ പരമ്പരാഗതമായ രീതി, അല്ലെങ്കിൽ നമ്മളൊക്കെ സാധാരണഗതിയിൽ നിന്ന് ടെക്സ്റ്റുകളിൽ നിന്ന് മാറ്റി നിർത്തിയിട്ട് നേർ മനുഷ്യന് മനസ്സിലാവും, ഒരു കാരണവശാലും അനുവദിക്കുകയില്ല എന്നൊക്കെ പറയുമ്പോൾ അതിന് ഒരു ഭാഷയിൽ തന്നെ ഒരു ഉറപ്പുണ്ട്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് ഒരു സ്ഥൈര്യമുണ്ട്. ഇതേപോലെ തന്നെ അതെല്ലാ വിഷയങ്ങളിലും, ഇപ്പോൾ ഖജനാവിൽ പൂച്ച പെറ്റ് കിടക്കുകയാണെന്ന് അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ പറഞ്ഞതാണ്. അതൊരു ആലങ്കാരികമായ പദപ്രയോഗം എന്ന നിലയിൽ നമ്മൾ എടുക്കുമ്പോൾ അതിൻ്റെ വസ്തുതകൾ അദ്ദേഹത്തിന് പുറത്ത് പറയേണ്ടി വരും. തീർച്ചയായും അദ്ദേഹം നടത്താൻ പോകുന്ന ഈ വെൽഫെയർ നടപടികൾ, അല്ലെങ്കിൽ കേരളത്തിലെ വിവിധ അവശ വിഭാഗങ്ങളെ, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങളെ ഒക്കെ അഡ്രസ്സ് ചെയ്യുമ്പോൾ അതിന് അദ്ദേഹത്തിൻ്റെ കയ്യിൽ എന്താണ് ഉള്ളത്, ഈ സർക്കാരിൻ്റെ കയ്യിൽ എന്താണ് ഉള്ളത് എന്നത് വസ്തുനിഷ്ഠമായി അദ്ദേഹം തുറന്ന് പറയേണ്ടി വരും. അങ്ങനെ പറഞ്ഞുകൊണ്ട് മാത്രമേ ഇതിൽ പിന്നെ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ പിന്നെ ഇവിടെ സാമ്പത്തികമായ പരാധീനതയാണ്, ഇപ്പോൾ ആൻ്റണി സാറൊക്കെ പറഞ്ഞ പോലെ, ആലങ്കാരികമായി പറഞ്ഞ പോലെ ഇവിടെ മുണ്ടുമുറുക്കി എടുക്കേണ്ടി വരും എന്നുള്ള വാചകങ്ങളൊന്നും മതിയാവില്ല. അദ്ദേഹത്തെ പോലൊരു നേതാവ് സംസാരിക്കുമ്പോൾ അതിന് വളരെ വ്യക്തമായ വസ്തുതാപരമായ വിവരങ്ങളോടുകൂടി മാത്രമേ സംസാരിക്കാൻ കഴിയൂ. അത് അദ്ദേഹത്തിൽ ഉള്ളൊരു പ്രതീക്ഷയാണ്. ആ പ്രതീക്ഷ അദ്ദേഹത്തിൽ ഉണ്ടാക്കുന്ന വെല്ലുവിളിയാണ്. അത് സാധാരണഗതിയിൽ മറ്റൊരു രാഷ്ട്രീയ നേതാവിനും, ഇപ്പോൾ ഉദാഹരണത്തിന് രമേശ് ചെന്നിത്തലയാണ് സംസാരിക്കാൻ വരുന്നതെങ്കിൽ, മുഖ്യമന്ത്രിയാവും വരുന്നെങ്കിൽ, അദ്ദേഹത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു രീതിയുണ്ട്. ആ രീതി കഴിഞ്ഞ കുറേ കാലങ്ങളായി അദ്ദേഹം പൊതുസമൂഹത്തോട് എങ്ങനെയാണ് സംസാരിക്കുന്നത് അതിൻ്റെ ഒരു രീതിയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നതാണ്. എന്നാൽ കഴിഞ്ഞ 5 വർഷമായി പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ അദ്ദേഹം ഏറ്റവും അവസാനം ഈ ഒരു തെരഞ്ഞെടുപ്പ് വർഷത്തിൽ അദ്ദേഹം സംസാരിച്ച ഭാഷ വളരെ ഊഷ്മളമായ ഒരു ഭാഷ, ആളുകൾക്ക് ഹൃദയസ്പൃക്കായ ഒരു ഭാഷ, അല്ലെങ്കിൽ ഓരോ ജനസമൂഹത്തോട് സംസാരിക്കുമ്പോൾ അവർക്ക് നേർ ആശയവിനിമയം നടക്കുന്ന, അവർക്കുമായി കമ്മ്യൂണിക്കേഷൻ നടക്കുന്ന ഒരു ഭാഷ അദ്ദേഹം സ്വീകരിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് ഇപ്പോൾ ഇന്ന് അദ്ദേഹം പിന്നെ കാർത്തികേയൻ്റെ വീട്ടിൽ ചെല്ലുകയാണ്. ജി കാർത്തികേയൻ സാറിൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ അദ്ദേഹം അവിടെ പെരുമാറുന്നത് എങ്ങനെയാണ്? ഒരു മുഖ്യമന്ത്രിയായിട്ടേ അല്ല, അത് അദ്ദേഹം വേറൊരു മനുഷ്യൻ, ഈ അദ്ദേഹത്തെ രാഷ്ട്രീയത്തിലേക്ക് കൈപിടിച്ചു ഉയർത്തിയ ഒരു ഗുരുനാഥൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യത്തിൽ, മരണപ്പെട്ടു പോയ ഗുരുവിൻ്റെ അസാന്നിധ്യത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രിയ പത്നിയോട് എങ്ങനെയാണോ സംസാരിക്കുന്നത്, അതൊരു വേറെയാണ്. അതൊരു മുഖ്യമന്ത്രിയിൽ നിന്ന് സാധാരണഗതിയിൽ കേരളം പ്രതീക്ഷിക്കുന്നതല്ല. അതിന് വേണമെങ്കിൽ നമുക്ക് നാട്യം എന്ന് പറയാം, അല്ലെങ്കിൽ മറ്റു പലതും പറയാം, അത് രാഷ്ട്രീയ എതിരാളികൾക്ക് പറയാം, അല്ലെങ്കിൽ ആർക്ക് വേണമെങ്കിലും പറയാം. പക്ഷേ അത് നമ്മുടെ കേരളത്തിൽ കാണുന്നുണ്ട്, ജനങ്ങൾ കാണുന്നുണ്ട്. ആ കാണുന്ന ജനങ്ങൾ അതിനെ എങ്ങനെയാണ് എടുക്കുക എന്നുള്ളത് ജനങ്ങളുടെ ഇഷ്ടമാണ്, പല രീതിയിൽ അതിനെടുക്കും. പക്ഷേ അദ്ദേഹത്തിൽ നിന്ന് സാധാരണഗതിയിൽ ഒരു മുഖ്യമന്ത്രി ചെയ്യാൻ പാടില്ല. അതാണ് ആ അമ്മ പറഞ്ഞത്, നിങ്ങൾ മുഖ്യമന്ത്രിയാണ്, കരയരുത് എന്ന് പറയുമ്പോൾ അത് കൊടുക്കുന്ന ഒരു മെസ്സേജ് ഉണ്ട്. അതിൽ ഓരോ ഘട്ടത്തിലും ഇപ്പോൾ പിണറായി വിജയനെ അദ്ദേഹം വീട്ടിൽ ചെന്ന് കാണുകയാണ്. വീട്ടിൽ ചെന്ന് കണ്ടിട്ട് പറഞ്ഞിട്ട് അദ്ദേഹം പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് അത് വളരെ പ്രധാനമാണ്. ആ സ്റ്റേറ്റ്മെൻറ്റിൽ അദ്ദേഹം പറഞ്ഞത് രാഷ്ട്രീയമായ എല്ലാ വിയോജിപ്പുകളും അവിടെ ഉണ്ടാവും, നമുക്ക് പിന്നെ യോജിക്കാൻ കഴിയാത്ത കുറേ കാര്യങ്ങളുണ്ടാവും എന്ന് പറയാണ്. തീർച്ചയായും യോജിക്കാൻ കഴിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ടാവും. അതായിരിക്കും ബഹുഭൂരിപക്ഷം കാര്യങ്ങളിലും UDF-നും LDF-നും രാഷ്ട്രീയമായി യോജിക്കാൻ കഴിയാത്ത കാര്യങ്ങൾ തന്നെയായിരിക്കും. അപ്പോഴും യോജിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ, കേരളത്തിന് വേണ്ടി യോജിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ ഉണ്ടാവും എന്ന് പറയുമ്പോൾ തീർച്ചയായും ഉണ്ടാവും. CPM-നുണ്ടാവും. CPM അങ്ങനെ ഈ ഒരു മുഖ്യമന്ത്രി വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തെ തോൽപ്പിച്ച് കളയുക എന്ന നിലപാടായിരിക്കില്ലല്ലോ എടുക്കുക. ഇനി അങ്ങനെ എടുത്താൽ പോലും അത് എടുക്കാൻ കഴിയാത്തൊരു കാലമായി വന്നിരിക്കുന്നത്.
പുതിയ കാലത്ത് ഒരു പൗരസമൂഹം സിവിൽ സൊസൈറ്റി ശക്തിപ്പെട്ട ഒരു കാലമാണ്. ഇദ്ദേഹത്തെ ജയിപ്പിച്ചതിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ്, വി.ഡി. സതീശൻ്റെ നേതൃത്വത്തിലുള്ള യു.ഡി.എഫിനെ ജയിപ്പിച്ചതിൽ യു.ഡി.എഫിൻ്റെ പരമ്പരാഗത വോട്ടർമാർ മാത്രമാണ് എന്ന് നമ്മൾ വിചാരിക്കുന്നില്ലല്ലോ. അതിന് പുറത്ത് ഒരു വോട്ട് ബാങ്ക്, അല്ലെങ്കിൽ അതിന് പുറത്തൊരു സമൂഹം, പൗരസമൂഹം, സിവിൽ സൊസൈറ്റി ഇതിൽ ഈ തെരഞ്ഞെടുപ്പിൽ വളരെ നിർണായകമായ പങ്ക് വഹിച്ചിട്ടുണ്ട്. അതിൻ്റെ ശക്തിയിലാണ് അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരുന്നത്. ഇവിടെ അദ്ദേഹം നോക്കൂ, ഒരു തെരഞ്ഞെടുപ്പിൽ സാധാരണഗതിയിൽ യു.ഡി.എഫ്, എൽ.ഡി.എഫ് എന്ന പരമ്പരാഗത രീതിയിലുള്ള തെരഞ്ഞെടുപ്പ് ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് അവിടെ അവസാനിച്ചു. പിന്നെ അതിൻ്റെ അടുത്ത നടപടികൾ സ്വാഭാവികമായി മുഖ്യമന്ത്രി തിരഞ്ഞെടുക്കുക, അദ്ദേഹത്തെ പാർട്ടി ഹൈക്കമാൻഡ് തിരഞ്ഞെടുക്കുക, അല്ലെങ്കിൽ MLA മാർ തിരഞ്ഞെടുക്കുക, എങ്ങനെയായാലും ആ നടപടിക്രമങ്ങൾ പൂർത്തിയായി കഴിഞ്ഞാൽ പിന്നെ മുഖ്യമന്ത്രിയാവും, അത്രയേ ഉള്ളൂ. ഇവിടെ അങ്ങനെയല്ല. അദ്ദേഹത്തിന് വീണ്ടും ഒരു പോരാട്ടം നയിക്കേണ്ടി വന്നിട്ടുണ്ട്. ഈ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഭൂരിപക്ഷം നേടിയതിന് ശേഷം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഒരു പോരാട്ടം വീണ്ടും നയിക്കേണ്ടി വന്നിട്ടുണ്ട്. അന്ന് എതിർത്ത് നിന്ന അതേ ശക്തികളെ, മിക്കവാറും എല്ലാ ശക്തികളെയും എതിർത്ത് തോൽപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം മുഖ്യമന്ത്രിയാവുന്നത്. ആ പോരാട്ടത്തിൽ അദ്ദേഹത്തിന് തുണയായത് ഇവിടുത്തെ സിവിൽ സമൂഹമാണ്. ആ സിവിൽ സമൂഹത്തോട് അദ്ദേഹത്തിന് അഡ്രസ്സ് ചെയ്യേണ്ടി വരും. അപ്പോൾ അവരുടെയൊക്കെ പ്രതീക്ഷകളോട് അഡ്രസ്സ് ചെയ്യുമ്പോൾ സ്വാഭാവികമായും ഉത്തരവാദിത്തങ്ങൾ ഉണ്ടാവും. ആ ഉത്തരവാദിത്തങ്ങളെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ബോധ്യം അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ എല്ലാ സന്ദർശനങ്ങളിലുമുണ്ട്. അത് രമേശ് ചെന്നിത്തലയെ പോയി കാണുന്നതായാലും ശരി, പി.ജെ. ജോസഫിനെ പോയി കാണുന്നതായാലും ശരി, അതേ പോലെ തന്നെയാണ് ഓരോ സന്ദർശനങ്ങളും. അതിൻ്റെ ഏറ്റവും പ്രതീകാത്മകമായ ഒരു ചിത്രമാണ് നമ്മൾ തിരുവനന്തപുരത്ത് കണ്ടത്.